വിധിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം പ്രതിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാം പ്രതിക്ക്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. അതെ, അപ്പോൾ ശിക്ഷയും അതുപോലെ തന്നെ തക്കതായിട്ടുള്ള നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. രണ്ടാം പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്. അതെ, രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയുടെ വിധിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. നാളെ ഇതൊരു പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മളോടിപ്പം പ്രതികരിച്ചത് ഷിമോണാണ്. അത് ഷാരൂണിന്റെ സഹോദരനാണ്. പരമാവധി ശിക്ഷ ലഭിക്കും നാളെ ഈ വിധി വരുമ്പോൾ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കോടതിയെ വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഷിമോൺ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായതും ഈ ഷിമോണിന്റെ ഈ സംശയങ്ങളായിരുന്നു. ഏതായാലും ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വളരെ അപൂർവമായിട്ടുള്ളൊരു കേസാണ്. പ്രണയം നടിച്ച് കാമുകൻ തനിക്ക് മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ ഈ കാമുകനെ ഒഴിവാക്കാനുള്ളൊരു ശ്രമം അത് പലതവണയായി നടത്തുന്നു. അത് പരാജയപ്പെടുന്നു. ഒടുവിൽ ഇത്തരത്തിൽ വളരെ വിദഗ്ധമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വലിയ രീതിയിൽ അഭിനയിക്കുന്നു ഗ്രീഷ്മ. അതിൽ നീണ്ടുനിന്ന വിചാരണ. ഇപ്പോൾ ഒടുവിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അമ്മാവൻ കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർ പറയുന്നത് കൃത്യമായി ഇതിൽ ഒരു സാക്ഷി ഇത് കണ്ടു നിന്ന സാക്ഷികൾ ഇല്ല. അതോടൊപ്പം തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ലാത്ത ഒരു കേസായിരുന്നു. പക്ഷേ ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ആദ്യം ഈ കഷായം കുടിച്ചതിന് ശേഷം ഏതാണ്ട് ചുണ്ട് മുതൽ ലൈംഗിക അവയവം വരെ കത്തിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരിക്കലും ഒരു കഷായം കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് ഷിമോണാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടൊരു അന്വേഷണം നടത്തിയത്. സിന്ധു തെളിവ് നശിപ്പിച്ചതായിരുന്നു സിന്ധുവിന് മേലുള്ള കുറ്റം. ഈ ഒരു കഷായം, ഈ കാപ്പിക് എന്ന് പറയുന്ന കഷായം ബാക്കി എടുത്ത് പുറത്തേക്ക് ഒഴിച്ചത് ഈ സിന്ധുവാണ്. പക്ഷേ സിന്ധുവിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ തട്ടിക്കൊണ്ടു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൊലപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഷിമോൺ മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റ് കുടുംബാംഗങ്ങൾ, അമ്മയോ അച്ഛനും ഇവിടെ ഇല്ല. അച്ഛന് ഷാരൂണിന്റെ മരണത്തിന് ശേഷം സ്ട്രോക്ക് സംഭവിക്കുകയും അവർക്ക് പിന്നീട് നടക്കാനൊക്കെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും കോടതിയിലേക്ക് വരാത്തത്. ഏതായാലും ഈ കേസിൽ വളരെ നിർണായകമായൊരു വിധിയെ കാത്തായിരുന്നു കേരളം ഇരുന്നത്. ഇതിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് നെയ്യാറ്റിൻകര കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിലാണ് വെറുതെ വിട്ടത്. സാധാരണ സുപ്രധാന കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പിറ്റേന്ന് ശിക്ഷ വിധിക്കാറുണ്ട്. പക്ഷേ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശിക്ഷാവിധി നാളെ എന്നല്ല. അങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഈ വിധിക്കുമേലുള്ള വാദം നാളെ തുടരും എന്നാണ്. പക്ഷേ അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ ശിക്ഷാവിധി നാളെ വരട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നും അവസാനിപ്പിക്കുന്നുണ്ട്. രശ്മി, ഒന്ന് ആ കൺഫ്യൂഷൻ ഒന്ന് അന്വേഷിച്ച് പരിഹരിക്കണം. അതിനുശേഷം രശ്മിയിലേക്ക് വരാം. ഏതായാലും പാറശാല ഷാരോൺ വധക്കേസിൽ, കൊലക്കേസിൽ വിധി വന്നിരിക്കുന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയാണ്. ഗ്രീഷ്മ കൊലപാതകം ചെയ്തു എന്നതിന് തെളിവുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, ഈ രണ്ട് കുറ്റങ്ങൾക്കാണ് ഗ്രീഷ്മയെ എന്തു വിധി കാത്തിരിക്കുന്നു എന്നറിയേണ്ടത്. അതേസമയം അമ്മ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമായിരുന്നു. തെളിവ് നശിപ്പിച്ചതിന് തെളിവുകൾ ഹാജരാക്കാൻ പോലീസ് അന്വേഷണ സംഘത്തിന് ആയി എന്നാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ ആ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. ഏതായാലും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുന്നു. അതേസമയം ഈ വിഷം വലിച്ചെറിഞ്ഞ കുറ്റം അത് സമ്മതിച്ചിരിക്കുന്നു. അതായത് പ്രതിയെ സഹായിച്ചു എന്നാണ്. ആ കുറ്റത്തിന് സിന്ധുവിൻ്റെ അമ്മാവനെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ ചെയ്തത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാകുന്നു. ഷാരോൺ എന്ന യുവാവിനെ പ്രണയിച്ച് ഒടുവിൽ മറ്റൊരു വിവാഹം വന്നപ്പോൾ ഒഴിവാക്കാനായി പതിയെ കഷായത്തിൽ
പാനീയത്തിലൊക്കെ വിഷം കലർത്തി, കീടനാശിനി കലർത്തി കൊടുത്താണ് ഈ കൃത്യം നിർവഹിച്ചത്. അതായത് ഇതൊരു അരും കൊലയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗ്രീഷ്മയുടെ കുറ്റങ്ങൾ ഓരോന്നും കൃത്യമായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന്, അത് അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കൃത്യമായി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഗ്രീഷ്മ കുറ്റക്കാരി, പരമാവധി ശിക്ഷ ലഭിക്കാൻ യോഗ്യയായ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ശിക്ഷാവിധി എന്ന കാര്യത്തിൽ നാളെ എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഏതായാലും വീണ്ടും നമുക്ക് രശ്മിയിലേക്ക് തന്നെ പോകാം. രശ്മി കാർത്തിക, ശിക്ഷാവിധി നാളെ തന്നെയാണോ? അതിലുള്ള ആശയക്കുഴപ്പം മാറിയിരിക്കുകയാണ്. നാളെ തന്നെ വിധി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ വിധിക്ക് മുന്നേ തന്നെ ഇക്കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഈ പ്രതിയൊക്കെ നിർത്തി ഇതിലൊരു വാദം അത് ഒരു 1-2 മിനിറ്റ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ തന്നെ ഇക്കാര്യത്തിൽ വിധി ഉണ്ടാകും. അതിൽ പിന്നീട് ഇനി ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം. 2024 ഒക്ടോബർ 15-നാണ് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഏതാണ്ട് 95 സാക്ഷികളെ വിസ്തരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ഒന്നാം സാക്ഷിയായിരുന്നത് നമുക്ക് അറിയാം ഷാരൂണിന്റെ സഹോദരനാണ്. രണ്ടാം സാക്ഷി ഷാരൂണിന്റെ സുഹൃത്താണ്, ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ 323 രേഖകളായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. അത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം സമർപ്പിച്ചിരുന്നു. 51 തൊണ്ടിമുതലുകളും ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള 51 തൊണ്ടിമുതലുകളും സമർപ്പിച്ചിരുന്നു. ഏതായാലും ഇതിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഷിമോൺ അടക്കം പ്രതികരിച്ചിരിക്കുന്നതിൽ പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. നാളെ രാവിലെ കോടതി ചേരുന്ന സമയത്ത് ഇതിൽ 11 മണിയോടുകൂടി ഇതിലൊരു വിധി ഉണ്ടാകും എന്നുള്ളതാണ്, പരമാവധി ശിക്ഷ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നതായി പറയുന്നുണ്ട്. കൊലപാതകമടക്കം എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മയുടെ അമ്മാവനും ഇതിൽ കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്മാവനെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റമാണ് 302, 328, 364, 201 വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം സിന്ധുവിനെതിരെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സിന്ധു ഇത്തരത്തിൽ തെളിവ് നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇവർക്കെതിരായ കുറ്റം. അതായത് ഈ കാപ്പിക് എന്നുള്ള ഈ ഒരു വിഷം ഇത് പറമ്പിലേക്ക് വലിച്ച് എറിയുകയായിരുന്നു ചെയ്തത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധുവിനെ വെറുതെ വിട്ടത്. ഏതായാലും മറ്റ് 2 പേർക്കും എതിരെ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസായിരുന്നു. ആദ്യം ഷാരൂൺ ഇത്തരത്തിൽ ആശുപത്രിയിലാക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രണയം നടിച്ച് അഭിനയിക്കുകയായിരുന്നു ഗ്രീഷ്മ ചെയ്തത്. അവരുടെ കുടുംബമൊക്കെ മാനസികമായി വലിയ രീതിയിൽ തളർന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഷാരൂൺ. താൻ സ്നേഹിച്ച പെൺകുട്ടിയെ വളരെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ് അമ്മ പറഞ്ഞിരുന്ന ഒരു കാര്യം. അവിടെയാണ് ഈ ഒരു ചതി നടന്നത്, ഈ ഒരു കൊലപാതകം. അതും മുൻപും പലതവണയും ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകം അവർ പലതവണ പ്ലാൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒടുവിൽ വിജയം കാണുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ പ്ലാൻ ചെയ്തതിന് ശേഷം ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതായാലും ഇതിൽ സുപ്രധാനമായ ഒരു വിധി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഷാരൂണിന്റെ സഹോദരനടക്കം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ. അതായത് നാളെ 11 മണിയോടുകൂടി ഇനി ഇതിൽ വാദം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. 11 മണിയോടുകൂടി തന്നെ അന്തിമ വിധി ഉണ്ടാകും. ഏതായാലും ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രശ്മി ഈ ഷാരൂണിന്റെ വീട്ടിൽ പോയിരുന്നതാണല്ലോ. അച്ഛന് ആരോഗ്യ കാരണങ്ങളാൽ ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ആ പ്രതിയുടെ മുഖം വീണ്ടും കാണാനുള്ള മനസ്സില്ല, കരുത്തില്ല. ഇന്നിപ്പോൾ സഹോദരനാണ് അവിടെ വന്നതും നമ്മളോട് പ്രതികരിച്ചതും. ആ കുടുംബം ഇതെങ്ങനെ ഈ വിധിയെ ഏറ്റുവാങ്ങുമെന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അവർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ പൊട്ടിക്കരയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ വളരെ വേദന തോന്നിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ആ മരണം നടന്നതിന് ശേഷം, ആ കൊലപാതകം നടന്നതിന് ശേഷം ഒരിക്കൽ പോലും അവർ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഷാരൂണിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. ഈ ഷാരൂണിന്റെ മരണത്തിന് ശേഷം അച്ഛന് സ്ട്രോക്ക് സംഭവിച്ചു. അതിനുശേഷം നടക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നിന്റെ ഒരു പിന്തുണയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും കഴിയത്തില്ല. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മകൻ
മകന് ഒരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു. ആ സൈക്കിൾ കൊണ്ട് ഈ രാജ്യം മുഴുവൻ കറങ്ങണം, പല സ്ഥലങ്ങളിലേക്ക് പോകണം, ഒരുപാട് യാത്രകൾ പോകണം, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ടൊരു കുടുംബമായിരുന്നു ഈ ഷാരോണും സഹോദരൻ ഷിമോണും അച്ഛനും അമ്മയും ഒത്തുചേർന്ന വളരെ സന്തോഷമായിട്ടൊരു കുടുംബം. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആളാണ് ഇത്തരത്തിൽ ഷാരോൺ. അതോടൊപ്പം തന്നെ ഈ സൈക്കിൾ അന്ന് വാങ്ങിക്കൊടുത്ത ആ സൈക്കിളിൽ അധിക ദൂരം യാത്ര ചെയ്യാനൊന്നും തന്നെ ഷാരോണിന് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സൈക്കിളിനെ ഇപ്പോഴും അവർ വളരെ സൂക്ഷിച്ച് വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ കാര്യങ്ങളും, അതായത് ഷാരോണിന്റെ ഓരോ വസ്തുക്കളും വീട്ടിൽ അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ പൊട്ടിക്കരയുന്നുണ്ട്. കോടതിയിലേക്ക് വരുന്നില്ല, കാരണം തൻ്റെ മകന്റെ കൊലയാളിയെ നേരിട്ട് കാണുകയാണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യം തനിക്ക് അറിയില്ല. അതുകൊണ്ട് കോടതിയിലേക്ക് താൻ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഈ അമ്മ പറഞ്ഞൊരു കാര്യം. ഈ ഷിമോണാണ് ഇതിൽ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും ഷിമോണിന്റെ ചില സംശയങ്ങളാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. കാരണം ഈ ആയുർവേദവുമായി ചില പഠനങ്ങളും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഷിമോൺ. അതുകൊണ്ട് തന്നെയാണ് ഈ കഷായം കുടിച്ചാൽ എങ്ങനെ ഇത്തരത്തിൽ ഛർദ്ദിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു സംശയം ഷിമോണിന് തോന്നുന്നു. ആ സംശയമാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി നിരീക്ഷിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയത്. ഷിമോണിന്റെ സംശയങ്ങളാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഷിമോണാണ് അന്വേഷണം നടത്തുന്നത്. ഷാരോണിനോടൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ സഹോദരൻ റിജിന്റെ അടുത്ത് സംസാരിക്കുന്നു. റിജിനാണ് പറഞ്ഞത്, വീട്ടിൽ എത്തി ഗ്രീഷ്മയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പച്ച നിറത്തിൽ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു, അവള് പണി തന്നു എന്നാണ് തോന്നുന്നത് എന്നുള്ളതായിരുന്നു ഈ കേസിലെ രണ്ടാം സാക്ഷി കൂടിയായ ഷാരോണിന്റെ സുഹൃത്ത് റിജിൻ നൽകിയ മൊഴി. അത് കോടതിയിലും അതേപോലെ ആവർത്തിച്ചിരുന്നു. പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ നേരിട്ട് സാക്ഷികളോ ഒന്നുമില്ലാത്ത ഒരു കേസ് കൂടിയായിരുന്നു ഇത്. പക്ഷേ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളേറെ സഹായകരമായി. ഇതിൽ പ്രതിഭാഗം എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ഷാരോൺ മരിക്കുന്ന ഏറ്റവും അവസാന സമയത്ത് പോലും ഒരിക്കൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഷാരോൺ പോലും പറയാത്ത സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള ആളുകൾ എങ്ങനെയാണ് ഇക്കാര്യം ഉറപ്പിക്കുക? ഇതിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്നുള്ളതായിരുന്നു ഈ പ്രതിഭാഗം ഈ കേസ് വാദം തുടരുന്നതിനിടയിൽ പലപ്പോഴായി ആവർത്തിച്ചിരുന്നൊരു കാര്യം. പക്ഷേ അത്തരത്തിൽ മരണമൊഴിയായി കൊടുത്തിരിക്കുന്നത് ഈ ഷാരോൺ മരിക്കുന്നതിന് ഒരു 42 മണിക്കൂർ മുൻപ് അച്ഛനോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഗ്രീഷ്മയുടെ വീട്ടിലെത്തി അവിടെ നിന്നും ഒരു കഷായം കുടിച്ചു. ആ കഷായം കുടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം. മരിക്കുന്നതിന് ഒരു 42 മണിക്കൂർ മുൻപ് ഷാരോണിന്റെ അച്ഛനും അതോടൊപ്പം തന്നെ ഈ ഒരു കേസിലെ ഒന്നാം സാക്ഷിയുമായിട്ടുള്ള അച്ഛനോട് പറഞ്ഞിരുന്നു. അതാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ മരണമൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. അതിനെ കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസായിരുന്നു. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ നമുക്ക് ഈ ഷാരോൺ വധക്കേസിനെ പറയാൻ കഴിയും. കാരണം പ്രണയം നടിച്ച് ഇത്തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം, അതായത് ഗൂഗിളിൽ തന്നെ പല തവണയായി ഇത്തരത്തിൽ പോയിസൺ മറ്റും ഗ്രീഷ്മ സെർച്ച് ചെയ്തതിന്റെ തെളിവുകളുണ്ട്, മൊബൈൽ ഫോണിലെ തെളിവുകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും വാദത്തിന് ഒടുവിൽ ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. 2-3 പ്രതികളിൽ അമ്മ സിന്ധുവിനെയാണ് പ്രതി വിട്ടിരിക്കുന്നത്. അവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റമായിരുന്നു. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. പക്ഷേ അമ്മാവനെതിരെ കൃത്യമായി കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേർക്കുമെതിരെ കൃത്യമായൊരു ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. നാളെ തന്നെ, അതായത് നാളെ 11 മണിക്ക് കോടതി ചേരുന്ന സമയത്ത് ഇതിൽ ഒരു വാദം 1-2 മിനിറ്റ് മാത്രമേ ഈ വാദം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം വിധി ഉണ്ടാകും എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരും നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വളരെ നിർണായകമായിട്ടൊരു കേസായിരുന്നു. കാരണം ഇതിൽ തെളിവുകളുടെയൊക്കെ തന്നെ ഒരു അഭാവം, പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ, ഒപ്പം തന്നെ സാക്ഷികൾ, അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് നേരിട്ട് കണ്ടതോ അങ്ങനെയുള്ള ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ നിർണായകമായിട്ടൊരു കേസായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, അതായത് ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധന നടത്തി പോയിസൺ കണ്ടന്റ് ഒക്കെ കണ്ടെത്തി വളരെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു കാര്യം. ഏതായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നതും ജനം TV ആണ്. ഇത്തരത്തിലുള്ളൊരു സംഭവമായി ഈ ഒരു യുവാവ് ആശുപത്രിയിലായ കഥയുൾപ്പെടെ ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ജനം TV ആയിരുന്നു. ഏതായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നാളെ 11 മണിക്ക് കോടതി ചേരുമ്പോൾ രശ്മി, ആ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് വരണം. അതായത് ഈ വാർത്ത പുറത്തുവിട്ടത്, അതിൻ്റെ പശ്ചാത്തലം ഒരിക്കൽ കൂടി, അത് മലയാളികളാരും മറന്നിരിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. സ്നേഹം നടിച്ച് വിഷം കൊടുത്തു കൊല്ലുക എന്നത് വലിയൊരു കുറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഗ്രീഷ്മ എന്ന ഒറ്റയാൾക്കെതിരെ എത്രമാത്രം വൈകാരികമായാണ് 2 വർഷം മുൻപ് ഈ സംഭവം നടന്നതിന് പിന്നാലെ പ്രതികരിച്ചത് എന്ന് നമുക്കറിയാം.